യൂറോപ്പിൽ കൂടുതൽ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ അമേരിക്കയുടെ ആലോചന. നാറ്റോയുടെ പ്രതിരോധ നയം പോലും ശക്തമാക്കാൻ നീക്കം. ലോക രാഷ്ട്രീയത്തിൽ വീണ്ടും ആണവ സുരക്ഷാ ചർച്ചകൾക്ക് തുടക്കമിട്ട പുതിയ റിപ്പോർട്ടുകൾ പുറത്ത്. രാജ്യാന്തര തലത്തിൽ സുരക്ഷാ വെല്ലുവിളികളും സൈനിക സംഘർഷങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ യൂറോപ്പിലെ കൂടുതൽ നാറ്റോ അംഗരാജ്യങ്ങളിൽ ആണവായുധ ശേഷിയുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നത് അമേരിക്ക പരിഗണിക്കുന്നതായി തന്നെ റിപ്പോർട്ടുകൾ. പ്രമുഖ സാമ്പത്തിക രാഷ്ട്രീയ മാധ്യമമായ ഫിനാൻഷ്യൽ ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ചാണ് നിലവിലെ അമേരിക്കൻ ആണവ പങ്കാളിത്ത പദ്ധതിയുടെ ഭാഗമായ ഏതാനും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുറമെ തന്നെ കൂടുതൽ രാജ്യങ്ങളെ കൂടി ഈ ഒരു സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമാക്കാനുള്ള സാധ്യത ഇവിടെ എടുത്തു പറയുന്നത്. നിലവിൽ യൂറോപ്പിലെ ചില നാറ്റോ രാജ്യങ്ങളെ സൈനിക താവളങ്ങളിൽ അമേരിക്കൻ ആണവായുധങ്ങൾ അവിടെ സൂക്ഷിക്കുന്നതിനും അവ ഉപയോഗിക്കാൻ ശേഷിയുള്ള പ്രത്യേക യുദ്ധവിമാനങ്ങൾ വിന്യസിപ്പിച്ചിരിക്കുന്നതുമാണ് നിലവിലെ ക്രമീകരണങ്ങളായി പറയുന്നത്. ഇനി ഈ മാതൃക കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് ഇവിടെ ചർച്ചയിലൂടെ തന്നെ നടക്കുന്നത്. അതേപോലെ തന്നെ പ്രത്യേകിച്ച് പരമ്പരാഗത യുദ്ധ ദൗത്യങ്ങൾക്കും ആണവ പ്രതിരോധ ചുമതലകൾക്കും ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഡ്യുവൽ കേപ്പബിൾ എയർക്രാഫ്റ്റ് സംവിധാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് അമേരിക്കൻ പ്രതിരോധ വൃത്തങ്ങൾ ആലോചിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനു പിന്നിൽ പ്രധാനമായും യൂറോപ്പിലെ സുരക്ഷാ സാഹചര്യങ്ങളാണ് കണക്കിലെടുക്കുന്നത്. സമീപ വർഷങ്ങളിലായി തന്നെ കിഴക്കൻ യൂറോപ്പിൽ വർദ്ധിച്ച സൈനിക സംഘർഷങ്ങളും നാറ്റോ റഷ്യ ബന്ധത്തിലെ സംഘർഷ അവസ്ഥയും സഖ്യരാജ്യങ്ങളിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. അതേസമയം ഈ നിർദ്ദേശം ഇപ്പോൾ പ്രാഥമിക ചർച്ചാ ഘട്ടത്തിലാണ് എന്നും നിലവിലുള്ള ആണവ പങ്കാളിത്ത കരാറുകൾ വിപുലീകരിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് ഈ റിപ്പോർട്ടിൽ എടുത്തു ചൂണ്ടിക്കാണിക്കുന്നത്. അതേപോലെ തന്നെ വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രകാരം അമേരിക്കയുടെ ഈ നീക്കം യൂറോപ്പിലെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കൂടുതൽ കരുത്താകുമെങ്കിൽ പോലും ആണവ ആ ഒരു വ്യാപനത്തെക്കുറിച്ചുള്ള പുതിയ രാഷ്ട്രീയ നയതന്ത്ര ചർച്ചകൾക്കും ഇത് വഴി തുറക്കാനും സാധ്യതയുണ്ട്. എന്നാൽ മറുവശത്തേക്ക് നോക്കുമ്പോൾ ഇത് ആഗോള ശക്തികൾ തമ്മിലുള്ള തന്ത്രപരമായ മത്സരത്തെ കൂടുതൽ ശക്തമാക്കുന്നുവെന്ന ആശങ്കയും ഇതിലൂടെ തന്നെ ഉയരുന്നുണ്ട്. റഷ്യയുമായുള്ള അതിർത്തി പങ്കിടുന്നതോ അതിനോട് അടുത്തു നിൽക്കുന്നതോ ആയ നാറ്റോയുടെ കിഴക്കൻ അതിർത്തിയിലെ രാജ്യങ്ങളാണ് US യുദ്ധവിമാനങ്ങൾക്ക് താവളമൊരുക്കാൻ സജീവമായ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. പോളണ്ട്, അതുപോലെ മറ്റ് രാജ്യങ്ങൾ, ലിത്വാനിയ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു മേഖലയാണിത്. റഷ്യയിൽ നിന്നുള്ള സുരക്ഷാ ഭീഷണികൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ഈ രാജ്യങ്ങൾ പ്രതിരോധം ശക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് സംബന്ധിച്ചുകൊണ്ട് ചർച്ചകൾ നാറ്റോയുടെ ആഭ്യന്തര ചാനലുകൾ വഴി പുരോഗമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകളോട് പ്രതികരിക്കാൻ US പ്രതിരോധ വകുപ്പായ അതായത് പെന്റഗണോ അല്ലെങ്കിൽ നാറ്റോ നേതൃത്വവും ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. നാറ്റോ അംഗങ്ങളുടെ സംരക്ഷണത്തിനായി തന്നെ അമേരിക്ക തങ്ങളുടെ ആണവായുധങ്ങൾ നിരന്തരം ഉപയോഗിക്കുന്നുവെന്നും പെന്റഗൺ പോളിസി ചീഫ് ഇവിടെ എടുത്തു പ്രസ്താവന നടത്തി. എന്നാൽ യൂറോപ്യൻ സഖ്യകക്ഷികൾ പ്രതിരോധത്തിനായി തന്നെ സ്വന്തം നിലയിൽ മതിയായ തുക ചിലവാക്കുന്നില്ല എന്ന വിമർശനം പോലും ഇവിടെ അമേരിക്ക ഉയർത്തുന്നതായി തന്നെ എടുത്തു സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ അനുയായികളും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ ഒരു സമീപത്തെ ശക്തമായി തന്നെ, അതായത് ഈ ഒരു സമീപനത്തിനെ ശക്തമായി തന്നെ വിമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.